നമ്മളിനി ഡി സി ജനറേറ്ററിന്റെ പ്രവർത്തനം അറിയാൻ പോവാണ്. എങ്ങനെയാണ് ഡി സി ജനറേറ്ററിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്, ആ വൈദ്യുതി എങ്ങനെ ഡി സി ആയി എന്ന് പറയണം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ബോർഡിൽ കണ്ട ഡി സി ജനറേറ്ററിന്റെ ഘടന ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതെന്തിനാണ്, ഇതാരാണ്, ഇത് ഫീൽഡ് കാന്തമാണ്. എന്തിനാണ്, ഫീൽഡ് കാന്തമാണ് ഫ്ലക്സിനെ സൃഷ്ടിക്കുന്നത്. ഇതാരാണ്, ഇത് ആർമേച്ചറാണ്. എന്തിനാണ്, ആ സൃഷ്ടിച്ച ഫ്ലക്സിന് വ്യതിയാനം സംഭവിപ്പിച്ചിട്ട് കറന്റ് ഉണ്ടാക്കുന്നത് ആർമേച്ചറാണ്. ഇതെന്തിനാണ്, ഇതാരാണ്, ഇത് സ്പ്ലിറ്റ് റിങ്ങുകളാണ്. എന്തിനാ സ്പ്ലിറ്റ് റിങ്ങുകൾ, അതിന് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് കേട്ടോ. ഒന്ന്, ഈ ആർമേച്ചറിനെ കറക്കാൻ വേണ്ടിയിട്ട്, തിരിക്കാൻ വേണ്ടിയിട്ട്, ചുറ്റാൻ വേണ്ടിയിട്ട്, റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇതാരാ, ഇത് രണ്ട് ഗ്രാഫൈറ്റ് ബ്രഷുകളാണ്. എന്തിനാ, ആർമേച്ചറിൽ ഉണ്ടാകുന്ന വൈദ്യുതിയെ ബാഹ്യ സർക്യൂട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ആ ബാഹ്യ സർക്യൂട്ട്. ഓക്കെ, അപ്പോ ഇത് നമുക്ക്, ഞാൻ പറഞ്ഞു ആർമേച്ചറിനെ തിരിച്ചാലാണ് എന്തുണ്ടാകുന്നത്, കറണ്ട് ഉണ്ടാകുന്നത്. അപ്പൊ ഞാൻ ഈ ആർമേച്ചറിന് പേര് കൊടുത്തോട്ടാ, പി ക്യു, ഐ മീൻ പി ക്യു ആർ എസ്. അപ്പൊ ഇനി നിങ്ങൾ ആർമേച്ചറിനൊന്ന് ശ്രദ്ധിക്കുക. ആർമേച്ചർ സപ്പോസ് ഇങ്ങനെയാണുള്ളതെന്ന് വിചാരിക്കുക. ഇതാണ് നമ്മുടെ ആർമേച്ചർ എന്ന് വിചാരിക്കുക. ആർമേച്ചർ രണ്ട് എന്താ പറയുക, കാന്തങ്ങൾ അപ്പുറത്തുണ്ട്, നോർത്ത് സൗത്ത് രണ്ടെണ്ണം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ കുഞ്ഞോളെ നേരെ നോക്കോ, ഈ ആർമേച്ചർ നേരത്തുള്ള പോലെ തന്നെ എ സിയിലുള്ള പോലെ തന്നെ ഇപ്പോൾ നമ്മളത് കണ്ടതാണ്. ഇതിനെ നമ്മൾ ഒരു പൂർണ്ണ ഭ്രമണത്തിന് വിധേയമാക്കുന്നു എന്ന് വിചാരിക്ക്. ഇങ്ങനെയാണുള്ളത്, അതിന് ഒരു ഫുൾ റൊട്ടേഷന് വിധേയമാക്കാണ്, ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ചുറ്റിക്കൊണ്ടുവരാം. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് രണ്ട് അർദ്ധ ഭ്രമണങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ആദ്യത്തെ അർദ്ധ ഭ്രമണം നോക്ക്, എന്തായി, ഈ ഭാഗം ഫ്ലക്സിനെ താഴോട്ട് കട്ട് ചെയ്യും. ഓക്കെ, ഇത് പി ക്യു ആണെന്ന് വിചാരിക്കാം. ആദ്യത്തെ അർദ്ധ ഭ്രമണത്തിൽ പി ക്യു ഫ്ലക്സിനെ താഴോട്ട് കട്ട് ചെയ്യുന്നു, ആർ എസ് ഫ്ലക്സിനെ മുകളിലോട്ട് കട്ട് ചെയ്യുന്നു. ഓക്കെ, പി ക്യു ഫ്ലക്സിനെ താഴോട്ട് കട്ട് ചെയ്യുന്നു, ആർ എസ് ഫ്ലക്സിനെ മുകളിലോട്ട് കട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ പി ക്യുവിൽ എങ്ങോട്ടാണോ കറണ്ട്, അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും ആർ എസിലെ കറണ്ട്. അതായത് കറണ്ട് ഇങ്ങനെ ഒഴുകുന്നു എന്ന് വിചാരിക്കും, ഇത് ഇങ്ങനെ ഒഴുകുന്നു. അടുത്ത അർദ്ധഭ്രമണത്തിൽ എന്താണ്, പി ക്യു ഫ്ലക്സിനെ മുകളിലോട്ട് കട്ട് ചെയ്യും, ആർ എസ് താഴോട്ട് കട്ട് ചെയ്യും. ആദ്യത്തെ അർദ്ധഭ്രമണത്തിൽ ഫ്ലക്സിനെ താഴോട്ട് കട്ട് ചെയ്ത പി ക്യു അടുത്ത അർദ്ധഭ്രമണത്തിൽ അതിനെ മുകളിലോട്ട് കട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ അർദ്ധഭ്രമണത്തിൽ പി ക്യൂലെ കൂടി കറണ്ട് ഇങ്ങോട്ടാണ് എങ്കിൽ അടുത്ത അർദ്ധഭ്രമണത്തിൽ തിരിഞ്ഞൊഴുകും അല്ലേ. അതായത് ആർമേച്ചറിനെ ആദ്യ ഒരു അർദ്ധഭ്രമണത്തിന് നിങ്ങൾ വിധേയമാക്കിയാൽ കറണ്ട് ഇങ്ങനെയാണെങ്കിൽ അടുത്ത അർദ്ധഭ്രമണത്തിൽ കറണ്ട് ഇങ്ങനെയാണ്. അതായത് ഇതാണ് നമ്മുടെ ആർമേച്ചർ എന്ന് വിചാരിക്കുക. ആദ്യത്തെ അർദ്ധഭ്രമണത്തിൽ കറണ്ട് ഇങ്ങനെ ഒഴുകിയാൽ അടുത്ത അർദ്ധഭ്രമണത്തിൽ ഇങ്ങനെയാണ്. അതായത് ഒരു ഫുള്ള് ഭ്രമണത്തിന് വിധേയമാക്കുമ്പോൾ ആർമേച്ചറിലെ കറണ്ടിന്റെ ദിശ മാറുന്നു. അപ്പൊ അടുത്ത അർദ്ധഭ്രമണത്തിലോ വീണ്ടും മാറുന്നു, അടുത്ത അർദ്ധഭ്രമണത്തിലോ വീണ്ടും മാറുന്നു എന്ന് പറഞ്ഞാൽ ഓരോ അർദ്ധഭ്രമണത്തിലും ആർമേച്ചറിൽ ഉണ്ടാകുന്ന വൈദ്യുതിയുടെ ദിശ മാറി 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 വരും. ആദ്യത്തെ അർദ്ധഭ്രമണത്തിൽ ഇങ്ങനെ, അടുത്തിലിങ്ങനെ, 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 ഇതാ ഇങ്ങനെ ചുറ്റിക്കൊണ്ട് വരും. ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ, ഇതാ ഇതിന്റെ ദിശ മാറി 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 വരും. എടാ എന്ന് പറഞ്ഞാൽ എന്തുവാ? യെസ്, ആർമേച്ചറിൽ ഉണ്ടാകുന്നത് എ സി ആണ്. അതെങ്ങനെ? നമ്മൾ ഡി സി ജനറേറ്റർ അല്ലേ പറഞ്ഞുകൊണ്ടുള്ളത്, അപ്പൊ ഡി സി അല്ലേ വേണ്ടത്? അതൊക്കെയാണ് ജനറേറ്റർ. എ സി ആവട്ടെ ഡി സി ആവട്ടെ, ആർമേച്ചറിൽ ഉണ്ടാകുന്നത് എ സി ആണ്, മറക്കാൻ പാടില്ല. ജനറേറ്റർ ഏതുമായിക്കൊള്ളട്ടെ, ജനറേറ്ററിന്റെ ആർമേച്ചറിൽ ഉണ്ടാകുന്നത് എ സി ആണ്, എ സി ആണ്. വൈ? എന്തുകൊണ്ട്? കാരണം ജനറേറ്റർ പ്രവർത്തിക്കുന്നത് വൈദ്യുതകാന്തിക പ്രേരണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതൊരു കാരണം. പിന്നെയോ ഓരോ അർദ്ധഭ്രമണത്തിലും ഫ്ലക്സിനുണ്ടാകുന്ന വ്യതിയാനം എതിർദിശകളിലാണ്. അപ്പൊ പൊന്നുമക്കളെ, ഞാൻ ഇതുവരെ പറഞ്ഞത് ഞാൻ ജസ്റ്റ് ചെറിയൊരു പോയിന്റ് ആക്കി പറയുന്നു. ഇത്
എന്ത് DC ജനറേറ്ററിലെ ആർമേച്ചർ ഒരു പ്രാവശ്യം ചുറ്റി വരുമ്പോൾ വൈദ്യുതിയുടെ ദിശ 2 പ്രാവശ്യം മാറുന്നു എന്ന് പറഞ്ഞാൽ ആർമേച്ചറിൽ AC ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. പിന്നെ എന്തേ അത് DC ജനറേറ്റർ എന്ന് പറഞ്ഞറിയാവോ? കാരണം ആർമേച്ചറിൽ ഉണ്ടാകുന്നത് AC ആണെങ്കിലും പുറത്തേക്ക് വരുമ്പോൾ അത് DC ആവും. അതെങ്ങനെ? അതാണ് പറയേണ്ടത്. ഓക്കെ, ഇത് ജനറേറ്റർ AC ആണെങ്കിൽ എങ്ങനെയാണ്? ആർമേച്ചറിൽ ഉണ്ടാകുന്ന AC തന്നെ പുറത്തേക്ക് AC ആയിട്ട് കിട്ടും. ആർമേച്ചറിൽ ഉണ്ടാകുന്നത് ഇങ്ങനെയാണെങ്കിൽ പുറത്ത് കിട്ടുന്നത് ഇങ്ങനെ തന്നെയാണ്. അതേസമയം ഇവിടെ DC ജനറേറ്ററിലെ ആർമേച്ചറിൽ ഉണ്ടാകുന്ന കറണ്ട് AC ആണ്, പക്ഷെ പുറത്ത് കിട്ടുന്നത് ഇങ്ങനെയല്ല, ദിശ മാറാത്ത കറണ്ടാണ്. ഇവിടെ ദിശ മാറുന്ന കറണ്ട് കിട്ടുമ്പോൾ പുറത്ത് ദിശ മാറാത്ത കറണ്ട്, ഒരേ ദിശയിൽ ഒഴുകുന്ന കറണ്ട് കിട്ടും. അറിയണ്ടേ എങ്ങനെയെന്ന്? അതിനാരാ നമ്മളെ സഹായിച്ചെന്ന് അറിയണ്ടേ. അതുകൊണ്ട് മാഷിനി പറയാൻ പോകുന്ന, വരക്കാൻ പോകുന്ന ഓരോ ചിത്രങ്ങളും നന്നായി ശ്രദ്ധിക്കുക. കുറച്ച് ചിത്രങ്ങളിൽ കൂടിയിട്ട് മാഷ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോ ആർമേച്ചറിലുണ്ടായ കറണ്ട് പുറത്തേക്ക് എത്തുമ്പോൾ എങ്ങനെ DC ആയി? ഇതാണ് പൊന്നു കുഞ്ഞോക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞു തരേണ്ടത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഒരു 2-3 ചിത്രങ്ങൾ. ഓക്കെ, കുറെ ഒന്നുമില്ല, 2-3 ചിത്രങ്ങൾ. ഇത് നമ്മുടെ ഫീൽഡ് കാന്തം. ഓക്കെ, ആ ഫീൽഡ് കാന്തത്തിന്റെ നടുവില് നമ്മുടെ ആർമേച്ചർ ഇപ്പൊ ഇങ്ങനെയാ ഉള്ളത്. നിങ്ങൾ എന്നെ നല്ലോണം ശ്രദ്ധിക്കണം, മിസ്സാവരുത്, എവിടെയും വിട്ടുപോകരുത്. നല്ലോണം പറഞ്ഞാൽ അല്ല പോകാൻ, ഒരു സ്ഥലത്ത് പോലും മാഷ വിട്ടിട്ട് പോകരുത്. പിന്നെ ഇത് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ കുഞ്ഞോളെ, 2-3 പ്രാവശ്യം ഇങ്ങനെ നോക്കണം കേട്ടോ ഈ വീഡിയോ. ഓക്കെ, 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് നോക്കിയാൽ മതി, അപ്പൊ കുഞ്ഞോക്ക് ക്ലിയർ. ഇപ്പൊ ഇങ്ങനെയാണുള്ളത്. എന്നിട്ട് ഈ വീഡിയോ നോക്കിക്കഴിഞ്ഞ ശേഷം നമ്മൾ പഴയ വീഡിയോ ഉണ്ടല്ലേ, ഇത് AC ജനറേറ്ററിന്റെ, അതുകൂടി ഒന്ന് നോക്കിയേക്കാം. അപ്പൊ എന്താണെന്ന് അറിയാവോ? നല്ലോണം മനസ്സിലാവും, പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ ഇപ്പൊ ആർമേച്ചർ എങ്ങനെയാ ഉള്ളത് കുഞ്ഞോളെ? ആർമേച്ചർ ഉള്ളത് ഇങ്ങനെയാണ്. ഓക്കെ, ആർമേച്ചർ ഉള്ളത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ഇതെല്ലാം പറഞ്ഞു നിങ്ങൾ പഴയതെല്ലാം ഓർമ്മയിൽ വരണം. മാഷ അതെല്ലാം പെട്ടെന്ന് ചുരുക്കി പറഞ്ഞിട്ട് പോവേ. ഇത് നമുക്ക് PQ എന്ന് വിളിക്കാം, താഴെയുള്ള RS എന്ന് വിളിക്കാം. ഓക്കെ, അല്ല ഇനി ഇതാണ് ഇതിന്റെ 2 ഭുജങ്ങൾ. ഓക്കെ, 2 ഒരേ നീളമുള്ളതല്ലേ? അതെ, 2 ഒരേ നീളമുള്ളതാണ്. ഇനി ഇത് ബ്രഷ്, സോറി, നമ്മുടെ റിങ്, ഒന്നാമത്തെ റിങ്. ഇത് നമ്മുടെ രണ്ടാമത്തെ റിങ്. 2 കളറിലായിട്ട് കാണിക്കാം, കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇത് രണ്ടാമത്തെ റിങ്, ഇത് ഒന്നാമത്തെ റിങ്. ഓക്കെ, ഇനി അവിടെ 2 ബ്രഷുകൾ ഉണ്ടല്ലോ. ഇതാണ് ബ്രഷ്, ഒന്നാമത്തെ ബ്രഷ്, ഇത് രണ്ടാമത്തെ ബ്രഷ്. ഓക്കെ, ഇത് അതുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബാഹ്യ സർക്യൂട്ട്. ഓക്കെ, ബാഹ്യ സർക്യൂട്ട് ഞാൻ വേറൊരു കളറിൽ കാണിക്കാം. ഇത് ബാഹ്യ സർക്യൂട്ട്. കുഞ്ഞോളെ നോക്ക്, ഇതാ ബാഹ്യ സർക്യൂട്ട്. ഓക്കെ, അപ്പൊ എങ്ങനെയായിരിക്കും ഉള്ളത്? ഇതാ ഇങ്ങനെയാണുള്ളത്, PQRS. ഓക്കെ, ഇനി ബ്രഷുകൾ എങ്ങനെയാണുള്ളത്? ബ്രഷുകൾ ഇങ്ങനെയാണുള്ളത്. ഓക്കെ, ഇങ്ങനെയാ ബ്രഷുകളല്ല, റിങ്ങുകളുള്ളത് ഇങ്ങനെയാണ്. സോറി, റിങ്ങുകളുള്ളത് ഇങ്ങനെയാണ്. ഓക്കെ, ഇതിന്റെ ഭുജം ഇത് ഇങ്ങനെയുണ്ട്, ഇങ്ങനെയായിട്ട് ഇതിലേക്ക് കൂടി ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി ബ്രഷ്, ഒന്നാമത്തെ ബ്രഷ് ഇവിടെ ഉണ്ട്, രണ്ടാമത്തെ ബ്രഷ് ഇവിടെ ഉണ്ട്. ആ ബ്രഷുമായിട്ട് റിങ്ങുകൾ മുട്ടിയിട്ടില്ല. ഓക്കെ, ബ്രഷുമായിട്ട് റിങ്ങുകൾ മുട്ടിയിട്ടില്ല. ആർമേച്ചർ എങ്ങനെയാണുള്ളത്? ആർമേച്ചർ കാന്തിക ബലരേഖകൾക്ക് ലംബമാണ്. പറയില്ലേ, കാന്തിക ബലരേഖകൾ ഇങ്ങനെ പോകുന്നത്. ഇത് നോർത്ത്, ഇത് സൗത്ത് ആണെന്ന് വിചാരിക്കാം. നോർത്ത് സൗത്ത്.
ഓക്കെ, കാന്തിക ബലരേഖകൾ നോർത്ത് നിന്ന് സൗത്തിലോട്ട് ഇങ്ങനെ പോകുന്നുണ്ട്, ഇതാ ഇങ്ങനെ പോകുന്നുണ്ട്. ബ്രഷുകളും റിങ്ങുകളും തമ്മിൽ ഇപ്പൊ ബന്ധമില്ല. ഈ അവസ്ഥയിലുള്ള ഫ്ലക്സിനെ കുറിച്ച് നമ്മൾ AC ജനറേറ്ററിൽ പറഞ്ഞിട്ടുണ്ട്. കാന്തിക ബലരേഖകൾ ആർമേച്ചറിന്റെ പ്രതലത്തിന് ലംബമാണ് എങ്കിൽ അവിടെ എന്തില്ല, ഫ്ലക്സിന് വ്യതിയാനമില്ല. അതുകൊണ്ട് തന്നെ ആ സമയത്ത് അവിടെ കറണ്ട് ഇല്ല. ഇപ്പോൾ ഈ സമയത്ത് ഇവിടെ കറണ്ട് ഇല്ല, ഈ സമയത്ത് ഇപ്പൊ ഇവിടെ കറണ്ട് ഇല്ല. ഓക്കെ, ഇനി നമ്മൾ എന്താക്കാമെന്ന് അറിയാവോ? ഇതിനെ ജസ്റ്റ് ഇങ്ങനെ തിരിക്കാൻ പോവാണ്. ഓക്കെ, നമ്മുടെ PQ ഉണ്ടല്ലോ, PQ, ആ PQനെ ഇങ്ങനെ തിരിക്കുന്നു, PQനെ ഇങ്ങനെ തിരിക്കുന്നു, ഇങ്ങനെ തിരിക്കുന്നു. സ്വാഭാവികമായിട്ട് RS മുകളിലോട്ട് വരും. ഓക്കെ, അപ്പോ ആ സമയത്ത് തിരിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ കറണ്ട് ഉണ്ടാവും. ഇപ്പൊ കറണ്ട് ഇല്ല, തിരിക്കാൻ തുടങ്ങുമ്പോൾ കറണ്ട് ഉണ്ടാവും. ഓക്കെ, ഇനി ആ തിരിക്കാൻ തുടങ്ങുമ്പോൾ സംഭവിക്കുന്ന വേറൊരു കാര്യങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുപോവാ. ഇത് ഈ റിങ്ങിനെ ഞാൻ മുകളിലുള്ള റിങ്ങിനെ ഞാൻ R1 എന്ന് വിളിക്കുന്നു, താഴെയുള്ള റിങ്ങിനെ ഞാൻ R2 എന്ന് വിളിക്കുന്നു, ഈ ബ്രഷിനെ ഞാൻ B1 എന്ന് വിളിക്കുന്നു, ഈ ബ്രഷിനെ ഞാൻ B2 എന്ന് വിളിക്കുന്നു. അപ്പൊ ഇങ്ങനെ തിരിക്കാൻ തുടങ്ങുമ്പോൾ R1 B1 ബന്ധപ്പെടും, R1 B1 ടച്ച് ചെയ്യും, R2 B2 ടച്ച് ചെയ്യും. ശരിയല്ലേ? ജസ്റ്റ് ഇങ്ങനെ തിരിക്കാൻ തുടങ്ങുമ്പോൾ R1 B1 ബന്ധപ്പെടും, R2 B2 ബന്ധപ്പെടും. ഇപ്പൊ ഇവിടെ കറണ്ട് ഉണ്ടോ? ഇല്ല. തിരിക്കാൻ തുടങ്ങുമ്പോഴോ കറണ്ട് ഉണ്ടാവും. അങ്ങനെ തിരിച്ച് 90 ഡിഗ്രി ആകുമ്പോൾ എന്താണ് അവസ്ഥ എന്ന് മാഷ് കാണിച്ചു തരട്ടെ. അങ്ങനെ തിരിച്ചിട്ട് ഒരു 90 ഡിഗ്രി ആകുമ്പോഴുള്ള അവസ്ഥ. ഓക്കെ, ഇതാ ആരെ നമ്മുടെ PQ ഇവിടേക്ക് എത്തും, PQ ഇവിടേക്ക് എത്തും, RS ഇവിടേക്ക് എത്തും. ഇതെല്ലാം നിങ്ങളൊന്ന് വരച്ചു നോക്കട്ടെ, അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞോളം മനസ്സിലാവും. ഓക്കെ, പിന്നെയോ ചുവന്ന റിങ് ഇവിടേക്ക് എത്തും, അതായത് R1 ഇവിടേക്ക് എത്തും. നീല റിങ് ഇവിടേക്ക് എത്തും, അതായത് R2 ഇവിടേക്ക് എത്തും. ബ്രഷോ B1 എന്നുള്ള ബ്രഷ് ഇവിടെ ഉണ്ടാവും, B2 എന്നുള്ള ബ്രഷ് ഇവിടെ ഉണ്ടാവും. ഓക്കെ, R1 എന്നുള്ള റിങ്, R2 എന്നുള്ള റിങ്. ഓക്കെ, ഇതാണ് ബാഹ്യ സർക്യൂട്ട്. നമ്മുടെ ഒരു കാന്തം കൂടി ഉണ്ട്, നോർത്ത് സൗത്ത്. ഇനി മാഷ കാരണിന്റെ ദിശ കാണിക്കാണ്, ശ്രദ്ധിച്ചാണ്, കാരണിന്റെ ദിശ കാണിക്കാണ്. ഇപ്പൊ കറണ്ട് ഉണ്ടോ? ഇല്ല. തിരിക്കാൻ തുടങ്ങുമ്പോൾ കറണ്ട് ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് തിരിക്കാൻ തുടങ്ങുമ്പോൾ കറണ്ട് ഉണ്ടാവും. ഒപ്പല്ലേ? യെസ്, ജസ്റ്റ് ഒന്ന് തിരിക്കാൻ തുടങ്ങുമ്പോൾ കറണ്ട് ഉണ്ടാവും. ആ കറണ്ടിന്റെ ദിശ എങ്ങനെ കണ്ടുപിടിക്കാം? വലത് കൈ നിയമം. ഓക്കെ, എങ്ങനെ? തിരിക്കുന്നത് താഴോട്ടാണ്. ഓക്കെ, ആരെ? PQനെ തിരിക്കുന്നത് താഴോട്ടാണ്, ചലന ദിശ. കാന്തിക മണ്ഡലം നോർത്ത് ടു സൗത്ത്. അപ്പൊ കറണ്ട് കണ്ട, കറണ്ട് Q to P, Qയിൽ നിന്ന് Pയിലോട്ട്. അപ്പൊ കറണ്ടിന്റെ ദിശ Qന്ന് Pയിലോട്ട്. ഇപ്പൊ ഇല്ല, തിരിക്കാൻ തുടങ്ങുമ്പോഴേ കറണ്ടാ പറയുന്നത്. സ്വാഭാവികമായിട്ട് ഇവിടെ എങ്ങനെ ഉണ്ടായിരിക്കും? S4 തിരിച്ചിട്ട് അല്ലേ? കാരണം എന്താ വെച്ചാൽ ദിശ മുകളിലോട്ടല്ലേ. അപ്പൊ ഇത് തിരിക്കാൻ തുടങ്ങുമ്പോ കറണ്ട് ഉണ്ടാവും, ഇപ്പോഴും കറണ്ട് ഉണ്ടാവും. ആ കറണ്ട് ഒഴുകുന്ന എങ്ങോട്ടാ? Q to P. നോക്കേ, കറണ്ട് നോക്കോ, Qന്ന് Pയിലോട്ട് ഇങ്ങനെ വന്നിട്ട് Q to P ഇതിലെ കൂടി ഇങ്ങനെ വന്നിട്ട് R1ലേക്ക് കയറും, R1 എന്നുള്ള റിങ്ങിലേക്ക് കയറും. ആ R1ൽ നിന്ന് P1 എന്നുള്ള ബ്രഷിലേക്ക് വരും. ആ ബ്രഷിൽ നിന്ന് B1ൽ നിന്ന് നേരെ B2ലേക്ക് വരും. B2ൽ നിന്ന് R2ലേക്ക് കയറും. R2ൽ നിന്ന് നേരെ S2R. ഇതെങ്ങനെ കറണ്ട് ഒഴുകും?
ഒരു 90 ഡിഗ്രി കൂടി ആവട്ടെ, വീണ്ടും ഒരു 90 ഡിഗ്രി തിരിയട്ടെ. ഇങ്ങനെ തിരിഞ്ഞ് ഒരു 90 ഡിഗ്രി കൂടി ആകുമ്പോൾ നമ്മൾ R1 താഴെ എത്തും. ഈ റിംഗ് തിരിഞ്ഞ് R1 താഴെ എത്തും. ഇവിടെയുള്ള R2 എന്താവും? തിരിഞ്ഞ് മുകളിലേക്ക് എത്തും. അപ്പൊ എന്താവും? ഇവർ തമ്മിൽ ഒന്നുകൂടി ബ്രഷുമായിട്ട് ബന്ധമില്ലാത്ത അവസ്ഥ വരും. അത് മാത്രമല്ല, കറണ്ട് കുറഞ്ഞിട്ട് 0-ലേക്ക് എത്തും. ഇവിടെയോ കറണ്ട് ഇല്ല, തിരിക്കാൻ തുടങ്ങുമ്പോൾ കറണ്ട് കൂടിക്കൊണ്ട് വരും. ഇവിടെ എത്തുമ്പോൾ കറണ്ട് പരമാവധി. ഇനി വീണ്ടും തിരിക്കുമ്പോഴോ കറണ്ട് കുറഞ്ഞിട്ട് വരും. ഓക്കെ, കുറഞ്ഞിട്ട് 0. ഓക്കെ, അപ്പൊ ഞാൻ അതും കൂടി ഒന്ന് കാണിക്കട്ടെ. ഇപ്പൊ നീരിട്ടോ, നമുക്ക് പെട്ടെന്ന്. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. 3 ചിത്രങ്ങൾ കൂടി കേട്ടാ. വേണ്ട, 2 മതി, ബാക്കി നിങ്ങൾക്ക് പെട്ടെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇത് ഈ ഒരു ചിത്രം, ഇത് വേറൊരു ചിത്രം കൂടി വരച്ചു കഴിഞ്ഞാൽ കുഞ്ഞൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. ലാസ്റ്റ് തന്നെ പറയണമെന്നില്ല. സൗത്ത്. അപ്പൊ ഒരു 90 ഡിഗ്രി കൂടി തിരിച്ചു കഴിയുമ്പോ PQ താഴേക്ക് എത്തും. PQ RS മുകളിലേക്ക് എത്തി കേട്ടോ. മുകളിലുണ്ടായ PQ താഴേക്ക് എത്തി, താഴെ ഉണ്ടായ RS മുകളിലേക്ക് എത്തി. ഇനി റിങ്, മുകളിലുണ്ടായ ചുവന്ന റിങ് താഴേക്ക് എത്തും. ഓക്കെ, മുകളിലുണ്ടായ ചുവന്ന റിങ് താഴേക്ക് എത്തും. താഴെ ഉണ്ടായ നീല റിങ് മുകളിലേക്ക് എത്തും. ഓക്കെ, അതായത് R1 താഴേക്ക് എത്തി, R2 മുകളിലേക്ക് എത്തി. ബ്രഷാവില്ല. ഓക്കെ, അപ്പൊ മാഷിന് ബ്രഷ് വരക്കുന്നു. ഇതാണ് ബ്രഷ്. ഏത്? B1 എന്നുള്ള ബ്രഷ്. ഇത് B2 എന്നുള്ള ബ്രഷ്. ഇത് ബാഹ്യ സർക്യൂട്ട്. ഇപ്പൊ മാഷ് എന്ത് ചെയ്തു? ഒരു അർദ്ധഭ്രമണം പൂർത്തിയാക്കി. ഈ സമയത്ത് കറണ്ടിലുണ്ടാകുന്ന മാറ്റത്തിന് ഞാൻ ഗ്രാഫിൽ കാണിക്കട്ടെ. ഏതെല്ലാം കറണ്ട് എന്നറിയാം? 2 കറണ്ട് കാണിക്കുന്നു. ഒന്ന് ആർമേച്ചറിലുണ്ടാകുന്ന കറണ്ട്, 2 ബാഹ്യ സർക്യൂട്ടിലുണ്ടാകുന്ന കറണ്ട്. അത് ഞാനൊരു ഗ്രാഫിൽ കാണിക്കാം. നോക്കോ, കുഞ്ഞോക്ക് ക്ലിയർ ആവും. വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാവും. വളരെ ചെറിയ ഗ്രാഫായിട്ട് കാണിക്കാം, വലുത് വരക്കുന്നില്ല. പക്ഷേ ഇത് ആർമേച്ചറിലുണ്ടാകുന്ന കറണ്ട്, കൂടെ തന്നെ ബാഹ്യ സർക്യൂട്ടിൽ ഉണ്ടാകുന്ന കറണ്ട് ഞാൻ കാണിക്കുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ EMF ഓർമ്മയില്ലേ? EMF ഇത് ആർമേച്ചറിൽ, ഇത് ബാഹ്യ സർക്യൂട്ടിൽ. ഇപ്പൊ ആർമേച്ചറിൽ കറണ്ട് ഉണ്ടോ? ഇല്ല, ആർമേച്ചറിൽ കറണ്ട് ഇല്ല. അതുകൊണ്ട് തന്നെ ബാഹ്യ സർക്യൂട്ടിൽ കറണ്ട് ഇല്ല. ഇവിടെ എത്തുമ്പോഴോ ഇതിങ്ങനെ തിരിക്കാൻ തുടങ്ങുമ്പോഴോ ആർമേച്ചറിൽ കറണ്ട് കൂടാൻ തുടങ്ങും. അങ്ങനെ കൂടി ഇവിടേക്ക് എത്തുമ്പോൾ ആർമേച്ചറിലെ കറണ്ട് മാക്സിമം. ആർമേച്ചറിലുള്ള കറണ്ടില്ലേ ബാഹ്യ സർക്യൂട്ടിലായിട്ട് വരുന്നത്. അങ്ങനെ ആർമേച്ചറിൽ കറണ്ട് കൂടിക്കൊണ്ട് വരുമ്പോൾ ബാഹ്യ സർക്യൂട്ടിലും കറണ്ട് കൂടിക്കൊണ്ട് വരും. ആർമേച്ചറിൽ കൂടുമ്പോൾ ബാഹ്യ സർക്യൂട്ടിലും കൂടും. ഇനി ഇവിടേക്ക് എത്തി. ഇത് ഞാൻ റഫായിട്ട് വരക്കാണ്, കാരണം നമ്മൾ മുമ്പ് വരച്ച് കഴിഞ്ഞതാണ് AC. ഓക്കെ, ഇനി ഇവിടെ അങ്ങോട്ട് തിരിക്കാൻ നോക്കുമ്പോഴോ കറണ്ട് കുറഞ്ഞോണ്ട് വരും. ഇവിടുത്തെ എത്തുമ്പോൾ 0 ആകും. ആർമേച്ചറിൽ കറണ്ട് 0 ആകുമ്പോൾ ബാഹ്യ സർക്യൂട്ടിലും കറണ്ട് 0 ആകും. ഓക്കെ, ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഓർമ്മിക്കുക, ആദ്യത്തെ അർദ്ധഭ്രമണത്തിൽ ആർമേച്ചറിലെ കറണ്ട് PQRS. ഇത് ഇവിടെ എത്തുന്നതിന് തൊട്ട് മുമ്പ് വരെ, ഈ 180 ഡിഗ്രി ആകുന്നതിന് തൊട്ട് മുമ്പ് വരെ എവിടെ കറണ്ട്? PQRS അല്ല അല്ലെ, SRQP. സോറി, PQRS അല്ല, SRQP. PQRS എന്ന് പറഞ്ഞ തെറ്റിപ്പോയതാണ്. അപ്പൊ കറണ്ട് എങ്ങനെയാണ്? SRQP. ഇതിന് തൊട്ട് മുമ്പ് വരെ കറണ്ട് ഉണ്ട്. ആ കറണ്ട് എവിടെ നിന്ന് ഇങ്ങോട്ടാണ്? SRQP.
എവിടെ ആർമേച്ചറിൽ. ബാഹ്യ സർക്യൂട്ടിലോ B1 നിന്ന് B2ലോട്ട് അല്ലെ, B1 നിന്ന് B2ലോട്ട്, B1 നിന്ന് B2ലോട്ട്, B1 നിന്ന് B2ലോട്ട്, B1 നിന്ന് B2ലോട്ട്. ഇതിന്റെ തൊട്ട് മുമ്പ് വരെ കറണ്ട് ഇങ്ങനെയാണ്. ഇപ്പൊ കറണ്ടില്ല, ഇത് എത്തുന്നതിന് തൊട്ട് മുമ്പ് വരെ കറണ്ട് B1 നിന്ന് B2ലോട്ടാണ് ബാഹ്യ സർക്യൂട്ടിൽ. ആർമേച്ചറിലോ SR നിന്ന് QPലോട്ട്. ഇനി എന്താ അറിയാവുക, ഇനി ഈ ചങ്ങായി ഉണ്ടല്ലോ, ആര് മിസ്റ്റർ ആര് PQ ഫ്ലക്സിനെ കട്ട് ചെയ്യുന്നത് മുകളിലോട്ടാണ്, ഓക്കെ. ഇനി ഞാൻ ഈ കറണ്ട് മാറ്റുന്നു, കാരണം ഇപ്പൊ കറണ്ട് ഇല്ല. ഈ കറണ്ട് ഇത് 150 ആദ്യം തൊട്ട് മുമ്പുള്ളതാണ് കാണിച്ചത്. 150 ആകുമ്പോൾ കറണ്ട് ഇല്ല. ഇനി PQ ഇനി ഫ്ലക്സിനെ കട്ട് ചെയ്യുന്നത് മുകളിലോട്ടാണ്, SR ഫ്ലക്സിനെ കട്ട് ചെയ്യുന്നത് താഴോട്ടാണ്. സ്വാഭാവികമായിട്ടും കറന്റിന്റെ ദിശ ഇവിടെ ഇനി മാറും. ഇനി അങ്ങോട്ട് മാറും. ഇതുവരെ Q ന്ന് P ലോട്ടായിരുന്നു, ഇനി അങ്ങോട്ടാണ് P ന്ന് Q ലോട്ട്. അതേപോലെ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് R ന്ന് S ലോട്ട്. ആ S R ഉണ്ടായത്, ഇനി R ന്ന് S ലോട്ട്. അതായത് അടുത്ത അർദ്ധഭ്രമണത്തിൽ ആർമേച്ചറിലേക്ക് കൂടി ഒഴുകുന്ന കറന്റിന്റെ ദിശ മാറാൻ പോവാണ്. ഓക്കെ, അങ്ങനെ മാറുന്നു. അങ്ങനെ ഇപ്പൊ 0 ആണോ, ഇത് തിരിക്കാൻ തുടർന്ന് മാറുമെന്ന്. അങ്ങനെ മാറി 90ലേക്ക് എത്തുമ്പോ പരമാവധി കറണ്ട് ആവും. അതായത് ഈ 0 കറണ്ട് പരമാവധിയിലേക്ക് എത്തും. എങ്ങോട്ട് പരമാവധി? ദിശ മാറിയിട്ട് പരമാവധി. ഓക്കെ, അതെങ്ങനെ ഗ്രാഫിൽ കാണിക്കും? ഇങ്ങനെ പരമാവധിയിലേക്ക് എത്തും. ഓക്കെ, ആ ചിത്രം മാഷ് കാണിക്കാൻ പോവാണ്. അപ്പൊ ആർമേച്ചറിന് ദിശ മാറി, SRQP എന്നുള്ളത് PQRS ആയി. SRQP എന്നുള്ളത് PQRS ആയി. അതായത് ആർമേച്ചറിൽ AC ആയി. ഓക്കെ, ഇനി ആ ചിത്രം മാഷിന് കാണിക്കാണ്. ഈ ചിത്രത്തോട് കൂടിയിട്ട് നമ്മുടെ സംഗതി കംപ്ലീറ്റ് ആവും. അടുത്തൊരു ചിത്രം അത് വരക്കണമെന്നില്ല, ഒരു പൂർണ്ണ ഭ്രമണത്തെ വിജയമാക്കേണ്ടതുണ്ടായിരുന്നു, പക്ഷെ അതിന്റെ ആവശ്യമില്ല. ഇപ്പോ ഇത് കൂടി പറയുമ്പോൾ നിങ്ങൾ ക്ലിയർ ആവും. സോ നമ്മുടെ PQ എവിടേക്ക് എത്തിയടാ കുഞ്ഞോളെ? PQ ഇവിടേക്ക് എത്തി. PQRS ഇവിടേക്ക് എത്തി. ഓക്കെ, നമ്മുടെ റിംഗ് ഓക്കെ. R1 എവിടെ ഉണ്ട്? R1 ഇവിടേക്ക് എത്തി. പിന്നെയോ RT ഇവിടേക്ക് എത്തി. ഞാൻ പേര് കൊടുക്കാനേ, മിസ്റ്റർ R1, മിസ്റ്റർ R2. പക്ഷെ ബ്രഷ് മാറിയിട്ടാ, ബ്രഷ് അവിടെ തന്നെ. ഇത് B1, ഇത് B2. ഓക്കെ, B1 B2. ഇത് ബാഹ്യ സർക്യൂട്ട്. ഇനി നിങ്ങൾ ആർമേച്ചറിലെ കറണ്ടിന്റെ ദിശ വരക്ക്. ആർമേച്ചറിലെ കറണ്ടിന്റെ ദിശ എവിടെ നിന്ന് ഇങ്ങോട്ട്? PQRS. ഇനി ഞാൻ ബാഹ്യ സർക്യൂട്ടിൽ വരക്കാണ്. ആർമേച്ചറിൽ മാറിയില്ല, ആർമേച്ചറിൽ കറണ്ട് ദിശ മാറി. എവിടെ നിന്ന് ഇങ്ങോട്ട്? നേരത്തെ SRQP ഉണ്ടായി, ഇപ്പൊ PQRS. ഇനി ബാഹ്യ സർക്യൂട്ടിൽ അപ്പൊ മാറിനോ എന്ന് നോക്കുക. ഇതുവരെ ബാഹ്യ സർക്യൂട്ടിലെ കറണ്ട് ഒഴുകിയത് B1 to B2 ആണ്. അത് ആർമേച്ചറിൽ തിരിയുമ്പോൾ ഇവിടെ ഇങ്ങോട്ടായിട്ട് തിരിയുന്നോ നോക്കിക്കോ. കറണ്ട് P ന്ന് Q ലോട്ട് R ന്ന് S ലോട്ട് ഇങ്ങനെ വന്നിട്ട് R2ലേക്ക് കൂടി B1ലേക്ക് കൂടി പുറത്തോട്ട് വന്നു. B1 നിന്ന് B2 ലോട്ട്, എന്നിട്ട് ഇതിലേക്ക് കൂടി കയറിപ്പോയി. നോക്ക്, ബാഹ്യ സർക്യൂട്ടിലെ അത് തന്നെ ദിശ. ഇവിടെ എങ്ങനെയാണ്? B1 to B2. ആർമേച്ചറിൽ കറണ്ടിന്റെ ദിശ മാറിയെങ്കിലും ബാഹ്യ സർക്യൂട്ടിൽ കറണ്ടിന്റെ ദിശ മാറിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ബാഹ്യ സർക്യൂട്ടിലെ കറണ്ട് വരുമ്പോൾ എങ്ങനെ വരക്കും? ഓക്കെ, ഇത് ആർമേച്ചറിലെ കറണ്ട്, ആർമേച്ചറിൽ ദിശ മാറിയിട്ട് കൂടുന്നു. പക്ഷെ ബാഹ്യ സർക്യൂട്ടിൽ അത് അതേ ദിശയിൽ കൂടുന്നു. ഇവിടെ ദിശ മാറ്റണ്ട, കാരണം ഇവിടെ ദിശ മാറുന്നില്ല, അതേ ദിശയിൽ കൂടുന്നു.
ഓക്കെ അല്ലേ? ഒരേ ദിശയിലാണ് കറണ്ട് ഒഴുകുന്നതിന്റെ പേരെന്താ? ഡി സി എന്ന് പറഞ്ഞ ബാഹ്യ സർക്യൂട്ടിൽ ഉണ്ടായ കറണ്ട് ഡി സി ആണ്. സോ ഡി സി ജനറേറ്ററിന്റെ ആർമേച്ചറിൽ എ സി ആണെങ്കിലും ബാഹ്യ സർക്യൂട്ടിൽ ഡി സി ആണ്. ആരാതിന് സഹായിച്ചത്? അതിന് റിങ്ങും ബ്രഷും തമ്മിലുള്ള സ്ഥാനം നോക്കേ. ആദ്യത്തെ അർദ്ധഭ്രമണത്തിൽ R1 B1 R2 B2 ആണ് കോണ്ടാക്ട്. അതേസമയം ഭ്രമണം മാറുമ്പോൾ ആദ്യത്തെ അർദ്ധഭ്രമണം മാറിയിട്ട് രണ്ടാമത്തെ അർദ്ധഭ്രമണത്തിലേക്ക് എത്തുമ്പോൾ B1 R2 B2 R1 റിങ്ങുകളും ബ്രഷുകളും തമ്മിലുള്ള ബന്ധം മാറി വന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഓക്കെ, റിങ്ങുകളും ബ്രഷുകളും തമ്മിലുള്ള ബന്ധം മാറി വന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. പരീക്ഷയ്ക്ക് നിങ്ങളോട് ചോദിച്ചു, ജനറേറ്ററിന്റെ ഡി സി ജനറേറ്ററിന്റെ ആർമേച്ചറിൽ എ സി ആണ് ഉണ്ടാവുന്നത്, ശരിയാണോ? ശരിയാണ്. പിന്നെ എങ്ങനെയാണ് ബാഹ്യ സർക്യൂട്ടിൽ ഡി സി കിട്ടുന്നത്? ഓരോ അർദ്ധഭ്രമണത്തിലും റിങ്ങുകളും ബ്രഷുകളും തമ്മിലുള്ള ബന്ധം മാറി വരുന്നത് കൊണ്ടാണ് ബാഹ്യ സർക്യൂട്ടിൽ അത് ഡി സി ആയിട്ട് മാറുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഞാൻ ഈ ഗ്രാഫിനൊന്ന് ചെറുതാക്കി വരക്കുന്നു, അപ്പോ അതൊന്നുകൂടി ക്ലിയർ ആവും. ഓക്കെ, ആ ഗ്രാഫിനൊന്ന് ചെറുതാക്കിയിട്ട് വരക്കുന്നു മാഷേ. ഇത് ആർമേച്ചറിൽ ഉണ്ടാകുന്ന കറണ്ട്, ഏത് ജനറേറ്ററിന്റെയും ആർമേച്ചറിൽ ഉണ്ടാകുന്ന കറണ്ട് ഇങ്ങനെയാണ്. ഓക്കെ, അത് എ സി ജനറേറ്റർ ആണെങ്കിൽ പുറത്തുണ്ടാകുന്ന കറണ്ട് ഇങ്ങനെയാണ്. പക്ഷെ ഡി സി ജനറേറ്റർ ആകുമ്പോൾ എന്താണ്? ഇതാ കൂടിക്കൊണ്ട് വരുന്നു, കുറയുന്നു. ഇത് അടുത്താമത്തെ ഭ്രമണത്തിൽ കൂടുന്നു, പക്ഷെ അതേ ദിശയിൽ കൂടുന്നു, കുറയുന്നു, ദിശ മാറുന്നില്ല. എന്ന് പറഞ്ഞാൽ അടുത്തത് ഇങ്ങനെ 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 ഇങ്ങനെ. ഓക്കെ, എത്തണ ഒരേ ദിശയിലാണ്. താഴെയില്ല, ദിശ ഒന്നെങ്കിൽ ഇങ്ങനെ വരക്കാം അല്ലെങ്കിൽ ഇങ്ങനെ വരക്കാം, ഏതെങ്കിലും ഒരു ദിശയിൽ. അപ്പൊ ഇതാണ് ഡി സി ജനറേറ്ററിൽ ഉണ്ടാകുന്ന ഗ്രാഫിന്റെ ഡി സി ജനറേറ്ററിന്റെ ബാഹ്യ സർക്യൂട്ടിൽ ഉണ്ടാകുന്ന ഡി സിയുടെ ഗ്രാഫാണ്. ബാഹ്യ സർക്യൂട്ടിൽ ഉണ്ടാകുന്ന ഡി സിയുടെ ഗ്രാഫ്. സംശയമില്ലല്ലോ? സംശയമില്ലല്ലോ? ഓക്കെ, ബാഹ്യ സർക്യൂട്ടിൽ ഉണ്ടാകുന്ന ഡി സിയുടെ ഗ്രാഫ് ഇതാണ്. സോ ഡി സി ജനറേറ്ററിന്റെ ബാഹ്യ സർക്യൂട്ടിൽ ഡി സി ഉണ്ടായത് എങ്ങനെയെന്ന് കുഞ്ഞുങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത വീഡിയോയിൽ ഈ ജനറേറ്ററുകളുമായി ബന്ധപ്പെട്ട് സാധാരണ ചോദിക്കാറുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അവിടേക്ക് ജനറേറ്റർ കംപ്ലീറ്റ് ആയിട്ട് തീരും. മാഷി വീഡിയോ നിർത്തട്ടെ.